വിവാദമായ വിബിജി റാംജി ബിൽ പ്രാബല്യത്തിലായിരിക്കുകയാണ്. ബില്ലിൽ ഇതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചിരിക്കുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, നമുക്കറിയാം ഏറെ വിവാദമായ, അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം, അത്രത്തോളം ജനദ്രോഹപരമായ ഒരു നടപടി മാത്രമല്ല, ഒരു പദ്ധതിക്ക് രാഷ്ട്രീയ അജണ്ട ഏൽപ്പിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ വിവാദമാകുന്നു, ചർച്ചയാകുന്നു. ഇപ്പോഴിതാ ബില്ലിതാ പ്രാബല്യത്തിലായിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? പ്രതിപക്ഷത്തിന്റെ കനത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യസഭയും കടന്ന് ഈ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് കേന്ദ്ര സർക്കാർ അയച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രപതി ഇപ്പോൾ ഈ വിബിജി റാംജി ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുന്നതോടുകൂടി രാജ്യത്ത് ഇത് നിയമമായി മാറിയിരിക്കുകയാണ്. എന്തായാലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിന്റെ ചരിത്രമായി മാറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ ബില്ല് ഇപ്പോൾ നിയമമായി തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ബില്ലിൽ നിരവധി ഘടനകളൊക്കെ തന്നെയും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം മറ്റു തൊഴിലാളികൾക്കും വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് 125 ദിവസമായിക്കൊണ്ട് തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. അതേസമയം ഈ തൊഴിൽ ദിനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന മേഖലകളിലായിരിക്കും തൊഴിലുകൾ ഉണ്ടാവുക. ഏതൊക്കെ സമയങ്ങളിൽ ായിരിക്കും ഈ ജോലികൾ എടുക്കേണ്ടത് എന്നതടക്കമുള്ള പ്രാഥമിക തീരുമാനങ്ങൾ പോലും എടുക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. ഇത്തരത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ ഉൾപ്പെടുമ്പോൾ പോലും സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത അത് സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമം കൂടിയാണ് ഇത്. 40% സാമ്പത്തിക ചിലവ് സംസ്ഥാന സർക്കാരുകളാണ് വഹിക്കേണ്ടി വരിക. കഴിഞ്ഞ തവണ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 100% അതിൻ്റെ സാമ്പത്തിക ചെലവുകളൊക്കെ തന്നെ വഹിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ ആയിരുന്നു. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ വലിയ ബാധ്യത സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ കാർഷിക വിളകൾ എടുക്കുന്ന സമയത്തൊക്കെ തന്നെയും ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ജോലി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതിന് അനുസൃതമായിട്ടുള്ള വരുമാനവും ഒക്കെ നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ അതെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ഘടനയാണ് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ തന്നെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഈ വിബിജി റാംജി ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയും സംസ്ഥാന സർക്കാരുകളെ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന ഒരു ബില്ല് പാസ്സാക്കിയെടുക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ബില്ല് നിയമമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതേസമയം വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രക്ഷോഭത്തിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇടത് സംഘടനകൾ 22-ാം തീയതി, അതായത് നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയാണ്. കോൺഗ്രസും രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ ബില്ല് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ബില്ല് പാർലമെന്റിലെ ഇരുസഭകളും അംഗീകരിച്ച് 3 ദിവസത്തിന് ശേഷം 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു അംഗീകാരമായിക്കൊണ്ട് വരികയും ചെയ്തിട്ടുള്ളത്. പരമപ്രധാനമായിട്ടുള്ള എല്ലാ ബില്ലുകളും അതിവേഗതയിൽ നിയമമാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ നീക്കം വരുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായാലും ഇപ്പോൾ വിബിജി റാംജി ബില്ല് എന്ന് പറയുന്നത് അത് നിയമമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി തൊഴിൽ ദിനങ്ങളിൽ മാറ്റമുണ്ടാകും. അതോടൊപ്പം സംസ്ഥാന സർക്കാരുകൾക്കും അധിക ചിലവ് വഹിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ശ്രീനിധി, തീർച്ചയായും അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ ഇപ്പോഴിതാ വിവാദമായ വിബിജി റാംജി ബിൽ ഇതാ പ്രാബല്യത്തിലായിരിക്കുകയാണ്. ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.